ഒരു സാധാരണ വീഡിയോ ഇതൊരു സാധാരണ വീഡിയോ നിങ്ങൾ ഈ ചൂണ്ടയൊക്കെ ഇട്ട് മീനെ പിടിച്ചിട്ടുണ്ടോ? ഇതിന്റെ ഒരു അറ്റത്ത് ഒരു ഹുക്ക് ഉണ്ടാവില്ലേ? ഈ ഒരു വീഡിയോ ആണ് നമ്മുടെ എഡിറ്റർ എഡിറ്റ് ചെയ്ത് തന്നതാണ്. പക്ഷേ ഇവിടെ ഹുക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമില്ല, വളരെ ന്യൂട്രൽ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ആവില്ല. സോ നമ്മളവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ എഡിറ്റ്സ് ആപ്പാണ് നമ്മളിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി പോയിട്ട് ഒരു വൈറൽ കോണ്ടൻറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യുകയാണ്. വൈറൽ കോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഒരെണ്ണം ഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ എനിക്ക് ഹുക്കാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ നോർമലി ചെയ്യാന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫിഷിംഗ് എന്ന് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഈ ഇതാണ് 10 മില്യൺ വ്യൂസ്, 286 മില്യൺ വ്യൂസ്, അതുപോലെ 667 ഇത്രയും വ്യൂസുള്ള വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഇത് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് ഈ വീഡിയോ എന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തിട്ട് നമ്മുടെ എഡിറ്റിംഗ് ആപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഓവർലേ സെലക്ട് ചെയ്തിട്ട് നമുക്കിവിടെ റീൽസ് എന്ന് പറഞ്ഞ ഇവിടെ സെലക്ട് ചെയ്താൽ നമുക്ക് നമ്മുടെ സേവ്ഡ് റീൽസോ അല്ലെങ്കിൽ നമ്മുടെ ഓൺ റീൽസോ അല്ലെങ്കിൽ വേറെ ഇപ്പം ഞാൻ കോപ്പി ചെയ്ത റീലോ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാം. റീയൂസ് എഡിറ്റ്, ഇത് റീയൂസിന് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് ആ വീഡിയോ. അപ്പോൾ നമുക്ക് വേറെ യൂസ് ചെയ്യാം. നമുക്ക് ഈ വീഡിയോ എടുത്ത് നോക്കാം. റീയൂസ് അലോ ചെയ്യാത്ത വീഡിയോസ് പരമാവധി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പിന്നീട് നമുക്ക് കോപ്പിറൈറ്റ് ഒക്കെ തരാൻ സാധ്യതയുണ്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഇല്ല, വേറെ ആൾക്കാരുടെ യൂസ് ചെയ്യാം. പക്ഷേ പിന്നീട് ഭാവിയിൽ വരാം മോണിറ്റൈസേഷനൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമുക്കൊന്നും കൂടി ഇത് എടുത്ത് നോക്കാം, ഈ റീൽസ് പറ്റുമോ എന്നുള്ളത്. ലിങ്ക് എന്നുള്ള സെക്ഷനിൽ പോയി പേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതും അലൗഡ് അല്ല. ഓക്കെ, ദെൻ ഫൈൻ. അപ്പോൾ നമുക്ക് വേറെ ഏത് വീഡിയോ ഇനി അലൗഡ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ സാധനം ഉണ്ടോ നമുക്ക് നോക്കാം. കാരണം ഇവരൊന്നും ഇത് റീയൂസ് ഡൗൺലോഡ് ചെയ്ത് റീയൂസ് ചെയ്യാൻ അലൗ ചെയ്യുന്നില്ല. നമുക്കത് ഈസിലി ഫൈൻഡ് ചെയ്യാൻ പറ്റും ഇതുപോലെ ചെക്ക് ചെയ്യുവാണെങ്കിൽ. ആവശ്യമില്ലാതെ പെർമിഷൻ ഇല്ലാതെ മറ്റുള്ളവരുടെ കോണ്ടൻറ്റുകൾ എടുക്കാതിരിക്കുക. ഇത് ഇവർ അലൗ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് എന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നേരെ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ആ റീൽസ് ഇവിടെ വരും. ഓക്കെ, ഇങ്ങനെ നമുക്കിത് വലുതാക്കി സൂം ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീഡിയോൻ്റെ പിന്നെ നമുക്കിതിൻ്റെ വോളിയം ആവശ്യമില്ല. വോളിയം അത് മൊത്തം ഈ ഇവിടെ സെലക്ട് ചെയ്തിട്ട് വോളിയം ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾ ഈ ചൂണ്ടയൊക്കെ ഇട്ട് മീനെ പിടിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു അറ്റത്ത് ഒരു ഹുക്ക് ഉണ്ടാവില്ലേ? ആ ഹുക്ക് ഇല്ലാതെയാണ് നിങ്ങൾ കണ്ടോ ഇത്രയും മതി. എന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഇത് കുറച്ച് സ്പീഡ് കൂട്ടിയാൽ രസമുണ്ടാവും. ഒരു സ്പീഡ് കൂട്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്ത്. നിങ്ങൾ ഈ ചൂണ്ടയൊക്കെ ഇട്ട് മീനെ പിടിച്ചിട്ടുണ്ടോ? സ്പീഡ് കൂട്ടിയാൽ ഒരു സുഖമില്ല. അപ്പം നമുക്ക് ആ സ്പീഡ് ഒന്നും കൂടി കുറച്ച് 1.2 ഒക്കെ ഇടാം, കുഴപ്പമില്ല. നിങ്ങൾ ഈ ചൂണ്ടയൊക്കെ ഇട്ട് മീനെ പിടിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു അറ്റത്ത് ഒരു ഹുക്ക് ഉണ്ടാവില്ലേ? ആ ഹുക്ക് ഇല്ലാതെയാണ് നിങ്ങൾ മീൻ പിടിക്കാൻ പോകുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ദിവസം ഇങ്ങനെ നമുക്കിത് ഇവിടെ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. നിങ്ങൾ ഈ ചൂണ്ടയൊക്കെ ഇട്ട് മീനെ പിടിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ അതല്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഉള്ളത്, നമുക്ക് ഇതിങ്ങനെ ചെറുതാക്കി വെക്കാം. ചെറുതാക്കി വെച്ചിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ കാണുന്ന പോലെ അങ്ങനെ വെക്കാനും പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഇത് ഫുൾ സ്ക്രീൻ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വർഷമോ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് മീനെ കിട്ടോ? കിട്ടില്ല. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ചൂണ്ടയൊക്കെ ഇട്ട് മീനെ പിടിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു അറ്റത്ത് ഒരു ഹുക്ക്. സോ ഇതുപോലെ നിങ്ങളുടെ വീഡിയോസിന് ഹുക്ക് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഈ കാണിച്ചു തന്നെ. ഇതുപോലെ ഇനി നിങ്ങൾക്ക് AI ഉപയോഗിച്ചിട്ടായാലും ഹുക്ക് ജനറേറ്റ് ചെയ്യാം. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ വീഡിയോൻ്റെ ആദ്യത്തെ ഫസ്റ്റ് 3 to 5 seconds ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളതാക്കുക. എങ്കിലേ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ബാക്കി ആളുകൾ കാണത്തുള്ളൂ. ഓക്കെ, താങ്ക് യു.